ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തോടെ നമുക്കെല്ലാം തീർക്കണം, ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. ലോങ് വീഡിയോ ആയിരിക്കും. നോക്കുക, മാക്സിമം ഞങ്ങൾ കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഇവർ പ്ലാൻ ചെയ്തു എന്നെ പുറത്താക്കണം, എന്നെ ദ്രിജിത്തിനെ അവിടെ എങ്ങനെയും പിടിച്ചു നിർത്തണം, എന്നെ പുറത്താക്കണം എന്നൊരിതായി. ഓക്കെ, ഗെയിം പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു റെമി എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യുന്നു. കൃഷ്ണ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, റെമി നിഷേനെ ഒച്ചെടുത്തോ, വഴുക്ക് പറഞ്ഞോ എന്ന് ചോദിച്ചു. ആ നിഷ എന്നുള്ള ചേച്ചിയുണ്ട്, ആ ചേച്ചിനെ വഴുക്ക് പറഞ്ഞോ, ഒച്ചെടുത്തോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാണ് ആ ചേച്ചിനെ ഒച്ചെടുക്കണം, ഞാൻ ഒച്ചെടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. നിഷ എന്നെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു, ഭയങ്കര കരച്ചിലാണ്, റെമി നിഷേനെ ഒച്ചെടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിഷ ചേച്ചി നീ ഒച്ചെടുത്തിട്ടില്ല, എന്തുണ്ടെങ്കിലും നിങ്ങൾ തന്നെയാണ് പറഞ്ഞേക്കണേ, മറച്ച് വെക്കാതെ നേരെ കാര്യം പറയാമെന്ന് പറഞ്ഞേക്കണേ. അങ്ങനെ ഞാൻ നിഷ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചേച്ചി പേഷ്യൻ്റ് പോയില്ലേ, ക്ലീൻ ചെയ്തിട്ട് അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ നോക്കാൻ പറഞ്ഞു. അതാ ചേച്ചിക്ക് ഞാൻ വഴുക്ക് പറഞ്ഞ രീതിയിൽ തോന്നിയെന്നാണ് പറയുന്നത്. ആ ചേച്ചിയെ വിളിച്ച് പുള്ളിക്കാരൻ എന്നോട് അങ്ങനെ നേരിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുവരെ ചേച്ചിയുടെ അതേക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഒന്നും ചോദിക്കാൻ നിന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഒച്ചെടുത്തില്ല, നമ്മൾ നോർമലായിട്ട് ചേച്ചിയുടെ ഡ്യൂട്ടിനെ കുറിച്ച് നമ്മളോടും പറയും, അപ്പോൾ നമുക്ക് കിട്ടിയ ഡ്യൂട്ടിനെ കുറിച്ച് നമ്മളും പറയും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അത് വലിയ വിഷയമായിട്ട് എടുത്തില്ല. അപ്പോൾ ഒന്നാമത് അങ്ങനെ പഞ്ചായത്ത് കംപ്ലൈൻറ്റ് അങ്ങനെ കുറേ കൂടി ആയില്ലോ. അപ്പം പേഷ്യൻസിൻ്റെ വായിന്ന് ഡീപിഷ് ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പ്രഷർ ഇച്ചിരി കൂടിപ്പോയി. 2 പേഷ്യൻ്റ് ഞാൻ ചെയ്തപ്പോൾ പ്രഷർ കൂടി എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് വന്നു. ഡീപിഷ് എന്ന് പറഞ്ഞ ഒരു പേഷ്യൻ്റ് വന്നു, ഞാൻ ചെയ്തു. പക്ഷേ ഞാൻ അഭ്യംഗം എന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, ഞാൻ അഭ്യംഗം ചെയ്തു. അപ്പോൾ അവരോട് പ്രഷർ ഓക്കെ ആണെന്ന് വെച്ചപ്പോൾ പ്രഷർ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു വിട്ടു. പിന്നീടാണ് ഞാൻ അറിയാതെ ഒരു ഇത് ഡീപിഷ് ആണെന്ന് ഞാൻ അറിഞ്ഞത്. കാരണം എനിക്കത് അറിയില്ല. പക്ഷെ പേഷ്യൻ്റ് നല്ല ഹാപ്പി ആയിട്ട് പോയിരുന്നു. പക്ഷെ അവർ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അവർക്ക് പ്രഷർ കൊടുത്ത് ചെയ്തുകൊണ്ട് അവർക്കത് കുഴപ്പമുണ്ടായില്ല. പിന്നെ പറഞ്ഞു റെമിനോട് ട്രെയിൻ ചെയ്യാൻ പഠിപ്പിക്കും. ഓക്കെ, എന്നെ പഠിപ്പിക്കണ ആര്? ദ്രിജിത്ത്. ഇവൻ ജെൻസിനെ എങ്ങനെ ചെയ്യുന്നു അതാണ് ഇവൻ എന്നെ പഠിപ്പിക്കുള്ളൂ, അല്ല ലേഡീസിനെ എങ്ങനെ ചെയ്യണമെന്ന് ഇവന് അറിയില്ല. ഓക്കെ, ഇവൻ എന്നെ ഒരാഴ്ച പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് അടുത്തത് അവിടെ പുതിയ തെറാപ്പിസ്റ്റുകളും വന്നു. അപ്പോൾ പുതിയ തെറാപ്പിസ്റ്റ് അവരും കൂടി ഇരുന്ന് ഓക്കെ പഠിപ്പിച്ചു. ഈ തെറാപ്പിസ്റ്റ് പഠിപ്പിക്കുന്ന എല്ലാ അടുത്ത തെറാപ്പിസ്റ്റുകൾ പലയിടത്തും പല രീതിയിലാണ് പലതും പഠിച്ചിട്ട് വരുന്നത്. സ്റ്റെപ്പുകൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഓക്കെ ഒരുപോലെ ആയിരിക്കും, പക്ഷേ നമ്മൾ സ്പായുടെ സ്റ്റെപ്പുകൾ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഞാൻ പഠിച്ചെടുത്തു, ഒക്കെ പഠിച്ചെടുത്തു എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റയടിക്ക് കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല. കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, പോയിന്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പഠിച്ചെടുക്കും. ഒരാൾക്ക് പ്രഷർ കൂടിയെങ്കിൽ മറ്റൊരാൾക്ക് പ്രഷർ കുറയും, അങ്ങനത്തെ ഒരിതായി. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഒരു എത്രയാണ് 100ൽ ഒരു 80% എന്നൊക്കെ പറയാം പഠിച്ചു. അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞു. ഓക്കെ, ഈ ട്രെയിനിങ്ങിനിടയ്ക്ക് ഇവരും ചിന്നും ആ ചേച്ചിയും അങ്ങോട്ടും സംസാരിച്ചു. ഞങ്ങൾ ഓപ്പണായിട്ട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ ഞങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് ഒരുമാതിരി അതിശയം പോയി. കാരണം നമ്മളൊരു ദിവസം നിശ്ചയിച്ചിട്ട് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയി. ഒറ്റ ദിവസമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്, ഒരു നേരം, അതൊരു വൈകിട്ട് മാത്രം. ആ ഒരു ദിവസം അന്ന് അവിടെ ചെറുപയർ കറിയും ചോറും. അപ്പോൾ ഞങ്ങൾ അധികം ഒന്നും കഴിച്ചില്ല, എന്നാലും ഞങ്ങൾ ഞങ്ങൾ ഒരു ദിവസം ഒരു രാത്രിയിലെ ഫുഡല്ലേ അത് ഞങ്ങൾ കഴിച്ചു. ദ്രിജിത്തും കഴിച്ചു, ഞാനും കഴിച്ച് പോന്നു. പിറ്റേ ദിവസം ഡോക്ടർ ഇവരുടെ അടുത്ത് ഞങ്ങളെക്കുറിച്ച് എന്തോ കുറ്റം പറയാൻ ചെല്ലുവാണ് പുള്ളിക്കാരി ചെന്നപ്പം ഞാൻ അവിടെ അടുക്കളയിലുണ്ടായിരുന്നു, പക്ഷെ എന്നെ കണ്ടില്ല. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇന്നലെ നിങ്ങളുടെ അടുത്തു നിന്നാണ് ഒരു ഫുഡ് കഴിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതെ ഞങ്ങളുടെ അടുത്തു നിന്ന് ഫുഡ് കഴിച്ചേ. ഇന്നലെ ദ്രിജിത്തിൻ്റെ മുഖത്ത് ഭയങ്കര പ്രകാശം അങ്ങ് തെളിഞ്ഞ് നിൽക്കുമായിരുന്നു. ദ്രിജിത്ത് ഒന്ന് കഴിച്ചിട്ട് അങ്ങ് പെട്ടെന്ന് ആ ദ്രിജിത്തിന് അങ്ങ് വണ്ണം വെച്ചു. ദ്രിജിത്തിൻ്റെ മുഖത്ത് ഭയങ്കര പ്രകാശം, അവൻ എന്തോ ഒന്ന് കിട്ടിയതുപോലെ, അങ്ങനെ ദ്രിജിത്തിന് അങ്ങനെ എന്തോ കിട്ടിയതുപോലെയെന്ന് അപ്പുറത്ത് ഞാൻ കേട്ടു. അപ്പോൾ ദ്രിജിത്ത് ഇത്ര വർഷം എൻ്റെ കൂടെ നിന്നിട്ട് ദ്രിജിത്ത് പട്ടിണിയായിരുന്നു. ഞാൻ ഒരു സാധനം അവനുണ്ടാക്കി കൊടുത്തില്ല. ഇപ്പോഴും നോക്കി തിന്ന് എന്ത് വണ്ണം വെച്ചപ്പോൾ ഇരിക്കുന്നതെന്ന് നോക്കിക്കാൻ തിന്ന്
ഞാൻ എന്താ പറയുക, ഇത്ര അവരുടെ പാരമ്പര്യമായിട്ട് അവരങ്ങനെയാണ്, ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. ഒരു ദിവസം നിന്ന് ഇങ്ങനെ വണ്ണം വയ്ക്കും. എനിക്കറിയാമല്ലോ, ഒരു ദിവസം നിന്നില്ല, ഒരു നേരം കണ്ട് കഴിച്ചതിന് അതിൽ നന്നായിട്ട് ത്രിജിത്തിന് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ത്രിജി നന്നായി കഴിക്കുന്നുമുണ്ട്. ആ അത് കഴിഞ്ഞ് എന്നെ പറയാനേ വിട്ടുപോയിരിക്കും. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്. പിന്നെ അത് കൂടാതെ ഞാൻ പുള്ളിക്കാരിയുടെ മക്കൾക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ മക്കൾക്ക് കൊടുക്കൂല, മക്കളിങ്ങനെ നോക്കി നിൽക്കും, ഇപ്പൊ കിട്ടുമോ എന്ന് നോക്കി നിൽക്കും. ഞങ്ങൾ റൂമിൽ കയറി ഒളിച്ചിരുന്ന കഴിക്കുന്നത് എന്നൊക്കെ. നമ്മൾ ഫുഡ് സെപ്പറേറ്റ് ആയി പിന്നെ നമ്മൾ റൂമിലിരുന്ന കഴിക്കുന്നത്. പക്ഷെ ഇവർ സെപ്പറേറ്റ് ആവണേക്കാൾ മുമ്പ് ഇവരെന്നും പുറത്ത് പോയി. പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ അടുക്കള കയറിയാലാണ് അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി എപ്പോഴും പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങുന്നത്. എന്നിവിടെ ഒരു ചിക്കൻ പീസ് നമുക്ക് വേണ്ട, ആ കൂടെ നമ്മളൊരു വാക്ക് ചോദിക്കും. അവരെന്നും റൂമിൻ്റെ അകത്ത് കയറി ഫുഡ് കഴിക്കും. വേസ്റ്റ് കൊണ്ടിട്ട് നമ്മൾ കാണുന്നുണ്ട്, നമുക്കതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ. പക്ഷേ ഞങ്ങളുടെ കുറ്റങ്ങൾ നമ്മൾ റൂമിലേക്ക് ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളാണ് ആ റൂമിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവരാണ് ഒരു വക അവർ ചെയ്യില്ല. എന്നിട്ട് ഇങ്ങനെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ആയതുകൊണ്ട് വലിയ തരത്തില്ല. അപ്പോൾ ഇവരിങ്ങനെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ് ചെയ്യാത്തൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഇനി നിങ്ങളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് പറയാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഡോക്ടർ ഞങ്ങളടുത്ത് പറഞ്ഞത് അവിടെ രാഹുൽ എന്ന് പറഞ്ഞൊരു ചേട്ടായി ഉണ്ട്. ആ ചേട്ടായി മോഷ്ടാവാണ്, കള്ളനാണവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ സ്വർണ്ണങ്ങളുണ്ടെങ്കിലോ എന്തിലുണ്ടെങ്കിൽ അവൻ്റെ മുന്നിൽ ഇട്ടുണ്ടെങ്കിൽ അവിടെ ഊരി വയ്ക്കുകയോ ഒന്നും ചെയ്യരുതിട്ടുണ്ടെങ്കിൽ അവനത് എടുത്തുകൊണ്ട് പോകും. ആരറിയാത്ത രീതിയിൽ അവൻ എടുത്തുകൊണ്ട് പോകും. പിന്നെ പറയും, ഇവിടെ പാല് മേടിച്ച് വെച്ചാൽ അവൻ പാല് ബാക്കി വന്നത് എടുത്തുകൊണ്ട് പോകും. ഇതൊക്കെയാണ് അവർ മോഷ്ടാവായിട്ട് കാണുന്നത്. പിന്നെ അവിടെ വന്ന ഏതോ ഒരു പേഷ്യൻറ്റിൻ്റെ എന്തോ വജ്രം എന്നാണത്, എന്തോ ഒരു മോതിരം, നമ്മുടെ ഒരു സിനിമയിലെ ഒരു പ്രേതം തന്നെ അത് ആ പുള്ളി അവിടെ മറന്ന് വെച്ച് പോയി. അത് വെച്ച പിന്നെ അവിടെ മൊത്തം അപകടങ്ങളാണ്. ആദ്യം അതൊരു ക്ലീനിങ് സ്റ്റാഫ് എടുത്തു, ഒന്ന് തൊട്ടു, അവൻ്റെ കൈ മുറിഞ്ഞു. അടുത്തതൊരു ക്ലീനിങ് സ്റ്റാഫ് തൊട്ടു, അപ്പോൾ അവന് ചിക്കൻ ബോക്സ് ആയി. പിന്നെ അടുത്ത ആൾ എന്താണ്, സുപ്രിയ, ഞാൻ സുപ്രിയ സൂപ്പർവൈസറായിരുന്നു. സുപ്രിയ അതെടുത്ത പിന്നെ സുപ്രിയയ്ക്ക് വണ്ടി ആക്സിഡൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു, പക്ഷേ നിഷ അത് തൊട്ടപ്പോൾ നിഷയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. നിഷ ഡോക്ടറോട് പറഞ്ഞു എന്ന്. നിഷയുടെ എല്ലാ കടങ്ങളും തീർന്നു. ആ തൊട്ടപ്പോൾ നിഷയുടെ എല്ലാ കടം തീർന്നു. നിഷയുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. നിഷയ്ക്ക് ഗുണം ഉണ്ടായിട്ടുള്ളൂ നിഷയുടെ കടങ്ങൾ. അപ്പം അത് നിഷയുടെ കയ്യിലുണ്ട്. നിഷയൊക്കെ മോഷ്ടിച്ച രീതിയിലായി അത്. അപ്പം മാനേജർ കൃഷ്ണ ഭയങ്കര ടെൻഷൻ അടിച്ചു കൊടുക്കുക. അവരെ പറഞ്ഞു വിടാനുള്ള ഒരു ഗൂഢാലോചന ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവർക്ക് പുള്ളിക്കാരി അറിയാവുന്ന കുറച്ച് തെറാപ്പിസ്റ്റിനെ കൊണ്ടുവരണം, അതാണ് മെയിൻ കാര്യം. അപ്പം അങ്ങനെ പ്രശ്നങ്ങളായി. ഇപ്പം ഇവർക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ദൈവമേ, എന്നിട്ട് ഇവർക്ക് ഭയങ്കര സങ്കടം. കാരണം വിശേഷി ഇവളോട് പറഞ്ഞപ്പോൾ ഞാനത് രാഘവേട്ടനും പറഞ്ഞു. വെച്ചാൽ ഇപ്പം അറിയാൻ മൂപ്പര് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരോടും നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ്. എന്തായാലും രാഘവേട്ടനോട് പറയില്ല. ഞാൻ രണ്ട് കൂട്ടരോട് ഒന്നിച്ചിരുന്നാ പറഞ്ഞേ, രാഹുലേട്ടോട് നിശ്ചയിച്ചോട് കൂടിയെന്നാ പറഞ്ഞേ. അപ്പം അങ്ങനെ പ്രശ്നങ്ങളായി. അപ്പോൾ രാഹുലേട്ടയ്ക്ക് ഭയങ്കര സങ്കടമായി. ആ ചേട്ടനെ ഹോസ്പിറ്റലിൽ അതുപോലെ ആ ചേട്ടനെ നന്നായി ജോലി ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചീഞ്ഞ് കിടന്ന ഒരു സെൻറ്റർ ആ ചേട്ടനെ ഒത്തിരി നന്നാക്കി പറക്കി നന്നായി ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്നും അവരുടെ കണ്ണി കണ്ടില്ല. എന്തിലും മോഷണം പോയിട്ടോ, എന്തിലും കാണാതെ പോയാൽ ചെറിയ എന്തെങ്കിലും അവിടെ നിന്ന് കാണാതെ പോയിക്കോട്ടെ, അപ്പം തന്നെ രാഹുൽ മോഷ്ടിച്ചു, രാഹുൽ എടുത്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു പുന്നാളനുണ്ട്. ആ പുന്നാളനാണ് വന്നതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഡോക്ടറോട്. ഡോക്ടർ അത് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കൃഷ്ണയാണ് ഇതെല്ലാം പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൃഷ്ണയുടെ പേര് എവിടെയും പറഞ്ഞില്ല. ഓക്കെ, കൃഷ്ണയെ പറഞ്ഞത് പുള്ളിക്കാരി ഞങ്ങളടുത്ത് പറഞ്ഞു. പുള്ളിക്കാരി കൃഷ്ണയെ ഡോക്ടറോട് പറഞ്ഞത് നമ്മൾ ചേച്ചിയോടും ചേട്ടനോടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഡോക്ടർ പറഞ്ഞതാണ് പറഞ്ഞേക്കണേ. കാരണം പുള്ളിക്കാരോട് കഴിയുമ്പോൾ പുള്ളിക്കാരി പറയട്ടെ കൃഷ്ണയെ പറഞ്ഞത്, നമ്മളത് പറയേണ്ട ആവശ്യം, നമ്മളോട് ആരാ പറഞ്ഞത് അത് പറയേണ്ട ആവശ്യം നമുക്കുള്ളൂ. നമ്മളതാ പറഞ്ഞിട്ടുള്ളൂ.
ഓക്കെ. അത് കഴിഞ്ഞപ്പം ഇവർക്കങ്ങ് ദേഷ്യം എന്നോട്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് മീറ്റിംഗ് വെച്ച് ഞങ്ങൾ തെറാപ്പിസ്റ്റ് ആരും ജോലിക്ക് കയറില്ല എന്നൊരു വന്നപ്പോൾ ഇവർ ഒരു മീറ്റിംഗ് വേണം പറഞ്ഞു. മീറ്റിംഗ് വന്ന് പറഞ്ഞത് ഒരു 4-5 ദിവസം പുറകെ കൂടെ നടന്നു. അപ്പോൾ കൃഷ്ണ പറഞ്ഞു മീറ്റിംഗ് വെക്കാം. പിന്നെ ഒരു 3 ദിവസത്തേക്ക് ആളുടെ കുട്ടിക്ക് എന്തോ വയ്യാണ്ട് അത് മാറ്റി വെച്ചു. ഓക്കെ, ഞങ്ങൾക്കത് മനസ്സിലാവും, ഞങ്ങൾ ഓക്കെ സമ്മതിച്ചു. ഇത് കഴിഞ്ഞായിട്ട് മീറ്റിംഗ് ഉണ്ടേ, അതുമില്ല. 4-ാമത്തെ ദിവസമായപ്പോഴേക്ക് ഞങ്ങൾ പറഞ്ഞു പറ്റില്ല, ഇനി എന്ന് മീറ്റിംഗ് നിൽക്കുന്നോ അന്ന് ഞങ്ങൾ ഡ്യൂട്ടിക്ക് വരണം. ആ സംഭവം വന്ന് അന്ന് രാത്രി, അതുവരെ സെൻറ്ററിലേക്ക് വരാത്ത ആൾ അന്ന് രാത്രി വന്നു. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞതിന് മുമ്പ് ആൾ വന്നു ഞങ്ങൾ ചോദിച്ചു എന്താ പ്രശ്നം, എന്നോട് ഫസ്റ്റ് പറയൂ. സാറിനോട് മാത്രം പറയണമല്ല, ഇവളും വേണം, സെല്ലിനെയും വേണം. സെല്ലുണ്ടെങ്കിൽ മാത്രമേ സെല്ലിനെ മുമ്പിൽ എടുത്തിട്ട് വേണം ഞങ്ങൾ ചോദിക്കാനായിരുന്നു. ഓരോ കാര്യങ്ങളും സെല്ലിന് മുമ്പിൽ എടുത്തിട്ടും ചോദിക്കണം. സാർ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ആൾ പറഞ്ഞു ഡ്യൂട്ടി കയറില്ല എന്ന് പറഞ്ഞത് ഇതിനോടുള്ള ത്രെട്ടനിങ് ആണ്, അതിവിടെ വെച്ച് വിട്ടും സമ്മതിക്കില്ല. അത് ശരിക്കും പറഞ്ഞാൽ രാവിലെയായിട്ടാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ ആളിനോട് ഭീഷണി പുസ്തകത്തിൽ ആൾ പറഞ്ഞപ്പോൾ നല്ലൊരു ഒരേ സാധ്യത പറഞ്ഞു പറ്റില്ല, മീറ്റിംഗ് കാണിച്ചാൽ മീറ്റിംഗ്, അതല്ല പുറത്താക്കാൻ വെച്ചാൽ പുറത്തേക്ക്, ആ രീതിയാണ് നോക്കും. അപ്പോൾ പിന്നെ ഓക്കെ, പിറ്റേ ദിവസം മീറ്റിംഗ് വെക്കാം. അങ്ങനെ പിറ്റേ ദിവസം മീറ്റിംഗ് ആയി. ബാക്കി പറയാം, മീറ്റിംഗ് കാര്യം പറയാം. അപ്പോൾ മീറ്റിംഗ് തുടങ്ങി. ആ മീറ്റിങ്ങിന് മുമ്പ് ചെറിയ പ്രശ്നമുണ്ട്. തലേന്ന് രാത്രി അല്ലേ ഞങ്ങൾ ചുരുക്കിയല്ല എന്ന് പറഞ്ഞിട്ടുള്ളേ. അപ്പോൾ അത് ആ കൃഷ്ണ സാറിനെ കുറച്ചൊരു ഇതായി ഇഷ്യൂ ആയി. ഇത്ര ഫുൾ തെറാപ്പിസ്റ്റ് ജോലിക്ക് കയറില്ല എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണയ്ക്ക് അത് ഭയങ്കര അടി കിട്ടിയത് പോലെ. അപ്പോൾ കൃഷ്ണ വന്നിട്ട് പറഞ്ഞു എല്ലാവരും സോറി വേണം, സോറി പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് കിട്ടുള്ളൂ. ഡോക്ടറായിട്ട് മീറ്റിംഗ് വേണമെങ്കിൽ എല്ലാവരും സോറി പറയണം. അത് പിന്നെ എല്ലാവരും പറഞ്ഞു, സോറി പറഞ്ഞു. സുപ്രിയ പറഞ്ഞു സുപ്രിയോടായിട്ട് സോറി പറയണ്ട, നിങ്ങൾ ഇത്ര നാൾ നമുക്ക് അന്യം തരുന്ന കമ്പനിയാണ്, ഓരോ കസ്റ്റമർ വന്നാലാണ് നമുക്ക് ചെയ്താൽ പൈസ കിട്ടുള്ളൂ, എല്ലാവർക്കും സാലറി കിട്ടുള്ളൂ, അതാണ് കമ്പനിയുടെ പേരിൽ നിങ്ങൾ സോറി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് കമ്പനിയുടെ പേരിൽ സോറി പറയിപ്പിച്ചു. പക്ഷെ അത് കണ്ട എന്തുണ്ടെങ്കിൽ സോറി എന്നൊരു വാക്ക് അവിടെ കുത്തി വെച്ചേക്കണ ഒരു വാക്കാണ്. സോറി പറഞ്ഞു. പിറ്റേ ദിവസം മീറ്റിംഗ് തുടങ്ങി. മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല, നമ്മൾ തെറാപ്പിസ്റ്റും കൃഷ്ണ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മീറ്റിംഗ് തുടങ്ങണേക്കാളും മുന്നേ ഞങ്ങൾക്ക് ഡോക്ടർ വേണം ഈ മീറ്റിങ്ങിൽ, ഡോക്ടർ ഇല്ലാതെ ഒരു മീറ്റിംഗ് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എല്ലാവരും ഓരോ പേപ്പർ എടുത്ത് എഴുത്, നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട് അത് നിങ്ങൾ എഴുത്, എന്നിട്ട് പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തർ ചോദിച്ചാൽ മതി ഡോക്ടറോട് എന്ന് പറഞ്ഞു, ഒരു കോടതി പോലെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഓക്കെ നമ്മൾ ഓരോരുത്തർ ചോദിച്ചു. പുള്ളി അത് എടുത്ത് വായിച്ചു, എന്തൊക്കെ പറയണം എന്തൊക്കെയുണ്ടെന്ന് പുള്ളി ആദ്യം ഒന്ന് വായിച്ചെടുത്തു. ഓക്കെ, അത് കഴിഞ്ഞു ഡോക്ടറിനെ വിളിച്ചു. അപ്പോൾ ഓരോരുത്തരായി നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിന്നു. പക്ഷെ ഇതെല്ലാം പുള്ളി ഈ പുള്ളിയുടെ ഇതിൽ നിന്നാണ് എല്ലാം ഇത് പോയേക്കണം, അറിയാവുന്നതാണ്. പക്ഷെ പുള്ളി നമ്മുടെ മുമ്പിൽ ഒരു ഗെയിം പ്ലാൻ പോലെ പുള്ളി നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്നിട്ട് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ ലിസ്റ്റ് കൊണ്ട് വന്നു. എന്നിട്ട് ഡോക്ടർ അത് വായിക്കുന്നതിന് മുമ്പേ പറഞ്ഞു അത് വായിക്കാൻ നിൽക്കട്ടെ, ആദ്യം ഇവരത് അതായത് നമ്മൾ പറയുന്നത് കേൾക്കട്ടെ. തുടക്കം ഞാൻ തുടങ്ങിയത് എൻ്റെ ഫസ്റ്റ് ലിസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കുട്ടിയുടെ കാര്യം ചോദിച്ചു, എന്തിന് ഞങ്ങളുടെ കുട്ടിയെ കുറിച്ച്, ഞങ്ങളുടെ കുട്ടീനെ ഇതിനകത്ത് എന്തിനു കൊണ്ടുപോയിട്ടു എന്ന് ചോദിച്ചു. അപ്പം കുട്ടീനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എടുത്ത് പറഞ്ഞു, ചേച്ചി പറഞ്ഞു ഡോക്ടർ എന്നോടാണ് പറഞ്ഞത്, ഡോക്ടർ എന്നോട് കള്ളം പറയാൻ നിൽക്കരുത്, ഡോക്ടർ എന്നോടാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരി കിടന്ന് തപ്പുക, എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. പുള്ളിക്കാരിക്ക് മനസ്സിലായി, പുള്ളിക്കാരി ഇന്ന് പിടിവലി വിട്ടുപോയി. അപ്പോൾ പുള്ളിക്കാരി ഒന്നും മിണ്ടിയില്ല, അപ്പോൾ പുള്ളിക്കാരി ഒന്നും സമ്മതിച്ചില്ല. അതിൻ്റെ കൂടെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് വെച്ചാൽ ആ മാസം അതായത് ഞങ്ങൾ മീറ്റിംഗ് വയ്ക്കുന്ന തൊട്ട് മുമ്പത്തെ മാസം ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റും കൊടുത്ത് പറഞ്ഞു വിടണം. ഇവർക്ക് ലാസ്റ്റ് 30-ന് അന്ന് റെമിക്ക് ത്രിജിത്തിനുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇവരെ പറഞ്ഞു വിടാൻ പോവാ. സൂരജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവരോടൊന്ന് പറഞ്ഞു പോവാന്ന് പറഞ്ഞു. ഡോക്ടറിന്റെ ഹസ്ബൻഡ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഞങ്ങൾ പറഞ്ഞു വിടാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ അതും ചോദിച്ചപ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടിയില്ല. ശരിയാണ്, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു ശരിയാണ്, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം കൃഷ്ണ ഇങ്ങനെ നോക്കി, കാരണം കൃഷ്ണയുടെ ഡോക്ടറിന്റെ ഇടയിലുള്ള ഒരു സംഭവം പുറത്തേക്ക് ലീക്കായത് ഡോക്ടർ കാരണമാണ് ലീക്കായത്. അപ്പൊ കൃഷ്ണ എന്ത് ചെയ്തു, കൃഷ്ണ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഓരോരുത്തർ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ പറഞ്ഞ് വഴക്കായി. പിന്നെ പുള്ളിക്കാരിനെ ഡോക്ടർ
ഡോക്ടർ ശ്രമിച്ചില്ല. ഡോക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കായി. ഞാൻ പറഞ്ഞതും ഇവള് പറഞ്ഞതും നിഷ പറഞ്ഞതും പിന്നെ പുതിയ വന്ന പിള്ളേർ പറഞ്ഞതൊന്നും ആൾ സമ്മതിക്കുന്നേ ഇല്ല. എന്നുവെച്ചാൽ പുതിയതായിട്ട് തെറാപ്പിസ്റ്റ് വരുന്നോറും ഇവരുടെ ഇടയിൽ ഇവരെ കുറിച്ച്, ഞങ്ങളെ കുറിച്ചല്ല, നിഷ മറ്റേ രാഹുൽ എന്ന് പറഞ്ഞ ചേട്ടനെ കുറിച്ച് ഇവരിങ്ങനെ മോഷ്ടാവാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്ര നമ്മളെ കുറിച്ച് അത്ര പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് ആ ചേട്ടനെ എല്ലാവരും ഒരു മോഷ്ടാവ് എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഡോക്ടറും നിഷ എന്ന ചേച്ചി സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ നിഷേച്ചോട് പറഞ്ഞു, റെമിനെ ഞാൻ ഇവിടെ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് റെമി എത്ര നന്നായി ചെയ്താലും ഞാൻ ചെയ്തില്ല എന്നാ പറയുള്ളൂ. അവളുടെ ജോലി ഞാൻ ഇവിടുന്ന് കളയും, തെറിപ്പിക്കും, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, അവളിവിടുന്ന് ഞാൻ പറഞ്ഞു വിടും എന്ന് പറഞ്ഞ്. അപ്പോൾ ചേച്ചി പറഞ്ഞു, എന്തിനാ ഡോക്ടറെ എല്ലാവരും ഓരോ ജോലിക്ക് വരുന്നത് അവരുടെ വീട്ടിലെ ഓരോ അവസ്ഥ കൊണ്ടാണ്. അവൾ 1.5 വയസ്സുള്ള ഒരു കൊച്ചിനെ അവൾ ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ വീട്ടിൽ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കും അവൾ 1.5 വയസ്സുള്ള കൊച്ചിനെ ഇട്ടിട്ട് വന്നേക്കണേ. ഞാനും അതുപോലെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ എനിക്കറിയാം അതുപോലെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞാലും നിഷ ഞാൻ റെമീനെ ഇവിടുന്ന് പറഞ്ഞു വിടും, എനിക്ക് ഇഷ്ടമല്ല അവളെ. അത് നമ്മുടെ അടുത്ത് എന്തോ ഒരു അപ്പോൾ ഓർക്കണേ ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് എനിക്കറിയില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തതിൻ്റെ ആയിരിക്കും. നമ്മൾ കൊടുത്ത പാല് കൊടുത്ത കഴിക്കാനെ കുത്തുന്നൊക്കെ പറയില്ല, അതുപോലെ. എന്തായാലും ഡോക്ടർ വിചാരിച്ചത് ഇതൊന്നും നിഷ നമ്മൾക്ക് പറയില്ല. പക്ഷെ നിഷേച്ച് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നേരെ MD കൃഷ്ണയുടെ അടുത്തും ചെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണ പറഞ്ഞു, ഒരിക്കലും ഡോക്ടർക്ക് റെമിനെ ട്രെയിനിങ് ആയിട്ട് കൊടുക്കൂല, റെമി ഡോക്ടറിന് ചെയ്യില്ല, റെമിക്ക് ട്രെയിനിങ്ങിന് ഞാൻ പുറത്തുനിന്ന് 3 പേരെ വരത്തുള്ളൂ. ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 3 പേരെ നമ്മൾ ചെയ്ത് കാണിക്കണം. അപ്പോൾ ട്രെയിനിങ് ചെയ്ത് നമ്മൾ പണ്ടാരടുങ്ങി അവിടെ. എന്നുവെച്ചാൽ നമ്മൾ ജോലിക്ക് എന്തെങ്ങനെയാണോ പഠിച്ച് ട്രെയിനിങ്ങിന് ചെന്നേക്കണെയാണോ എന്ന് എനിക്കറിയാൻ മേല. പക്ഷെ ഒരു നിവൃത്തി കൊണ്ട് നമ്മളോട് നിന്നുപോയി ചെയ്തു. എല്ലാം കഴിഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞു. പുള്ളിക്കാരി നമ്മളോട് സോറി പറയാം സമ്മതിച്ചില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടിൽ നിന്നപ്പോൾ സൗണ്ട് ഉയർത്തി. കൃഷ്ണ സാറിൻ്റെ ഡോക്ടറെ ഒന്ന് പുറത്തേക്ക് മാറി ഒരു 5 രൂപയിലും 2 തിരിച്ചു വന്നപ്പോഴേക്ക് ഡോക്ടറെ കണ്ണൊക്കെ ഏകദേശം നിറഞ്ഞു നിൽക്കുകയാണ്. സാറ് പറഞ്ഞു, ഡോക്ടർ മാപ്പ് പറയാൻ തയ്യാറാണ്. ഡോക്ടർ മാപ്പ് പറയുന്നു. പക്ഷെ അന്ന് അവളെ കൊണ്ട് മാപ്പ് അങ്ങ് പറയിച്ച മതിയായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു ഇവരാണുങ്ങള്? ഒരു സഹതാപം തോന്നിയിട്ട് ഒരു സ്ഥാനം മെഡിക്കൽ ഓഫീസർ ഒരു സ്ഥാനമല്ലോ. പക്ഷെ അതെല്ലാവർക്കും ബാധക. അവളെ ബഹുമാനിച്ചില്ലെങ്കിലും അവളുടെ വാലത്തുള്ള BAMS ആ ഒരു സ്ഥാനത്തിനാണ് ബഹുമാനിച്ചു, അത്രേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, വേണ്ട സോറി പറയണ്ട, വിട്ടേക്കാൻ പറഞ്ഞ. ആ മീറ്റിംഗ് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. എനിക്ക് ഇറങ്ങാൻ നേരത്തെ ഞാൻ കൃഷ്ണൻ പറഞ്ഞു, ഇവളുടെ ടെസ്റ്റ് ഇത്ര നടത്തണം പറഞ്ഞു. ഇനി നിൽക്കണം പറ്റില്ല, അത്ര പറഞ്ഞു. ഓക്കെ, അടുത്ത ചെയ്ത് മടുത്തു. ഓടി എത്രയും പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാല് ഇത്രയും പെട്ടെന്ന് കയറാറ്. ടെസ്റ്റ് പാസ് ആക്കി കഴിഞ്ഞാല് സാലറി കൂട്ടാറ്. പഴയ സാലറി അത് 25 മനസ്സിലാക്കണം. അതൊരു 20 അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെന്തായിരുന്നു ഇത് ആ ടെസ്റ്റിന് ഓക്കെ. അടുത്ത വർക്കിംഗ് ഡേ, അതായത് ഞങ്ങൾ ഓഫ് വ്യാഴാഴ്ച വരുന്നു. വെള്ളി ശനി ഞായർ നല്ല തിരക്കാണ്. തിങ്കളാഴ്ച തൊട്ട് ടെസ്റ്റ് നടത്താറ്. അപ്പോൾ ഓക്കെ സമ്മതിച്ചു. തിങ്കളാഴ്ച പുതിയ 3 പേര് പുറത്തുനിന്ന് വരും. അപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഓക്കെ സമ്മതിച്ച് തിങ്കളാഴ്ച ട്രെയിനിങ് തുടങ്ങി. ടെസ്റ്റ് തുടങ്ങി. ഫസ്റ്റ് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റെമി ഡോക്ടറിനെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, ഡോക്ടർ എനിക്ക് ഒരിക്കലും തരില്ല എന്ന് പറഞ്ഞാണല്ലോ, പിന്നെ എന്താണ് ഇവർ ഡോക്ടർ തന്നതെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഇവരുടെ ഇടയിൽ ഒരു ഗെയിം പ്ലാൻ ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ശരി. എന്ന് വെച്ചാൽ അന്ന് ആ ഡ്യൂട്ടി സമയം, അതായത് ഇവിടെ രാവിലെ വിട്ടു കേട്ടോ, 7 മണിക്ക് ഉള്ള കൃഷ്ണനെ വിട്ടു. അന്ന് എനിക്കും ഡ്യൂട്ടിയില്ല, നിഷേഷിക്കും ഡ്യൂട്ടിയില്ല, രാഹുലിനും ഡ്യൂട്ടിയില്ല. ഇവർക്ക് ആർക്കൊന്നും ഡ്യൂട്ടിയില്ല. ഞങ്ങൾക്ക് 3 പേരെയും ഉച്ച കഴിഞ്ഞ് എന്നെ രാവിലെ വിളിച്ചു. ശരത്തിന് വീക്ക് ഓഫ്. അവിടെ വേറെ 2 പുതിയ പിള്ളേർ വന്നെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരായിരുന്നു. എന്നെ രാവിലെ അവർ വിളിച്ചു. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് വെറുതെ, അല്ലാതെ എന്നെ രാവിലെ വിളിക്കില്ലല്ലോ. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ട്രെയിനിങ് ഇത് നടത്തുവാണ്, ഫസ്റ്റ് ഡോക്ടറാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു, ഓക്കെ എന്തൊക്കെയാലും പണി പോവാറായിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. ഞാൻ ചെന്നു. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഡോക്ടറാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണോ എന്ന് നോക്കിയാൽ പോരെ. ഇവരെന്ത് ചെയ്തു, ഞാൻ ചെയ്യണത് പക്കയായിട്ട് എല്ലാം ചെയ്തിറങ്ങി. ഡിപ്പിഷൻ ഞാൻ എല്ലാം പക്കയായി ചെയ്തിറങ്ങി.
അപ്പോൾ പുള്ളി അതെല്ലാം കഴിഞ്ഞ് ഒരു അരമണിക്കൂറായിട്ട് ഡോക്ടർ സംസാരിച്ചു. രണ്ടാമത്തത് തെറാപ്പിസ്റ്റായ ലിൻസിനെ ചെയ്യാനാണ് വിളിച്ചത്. ഓക്കെ, ലിൻസിനെ ചെയ്യുന്നത് സ്വീഡിഷ് അല്ലേ? അതെ, ഒന്നുണ്ടായിരുന്നുള്ളൂ, സ്വീഡിഷ്. അപ്പോൾ ലിൻസി ഇതുവരെ എന്നെ സ്വീഡിഷ് പഠിപ്പിച്ചിട്ടില്ല. ചേച്ചിയാണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ ചേച്ചി പഠിപ്പിച്ചത് അവർ രണ്ട് സ്ഥലത്ത് നിന്ന് വന്നുകൊണ്ട് രണ്ട് രീതിയിലാണ്. അപ്പം ഞാൻ ചേച്ചി പഠിപ്പിച്ച രീതിയിൽ ചെയ്തപ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് അവൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി. അവളെ അരമണിക്കൂർ ഓഫീസിൻ്റെ റൂമിൽ ഇരുത്തി അവർ ഓരോന്ന് ചോദിക്കലും പറക്കലും എഴുതലും കുത്തനൊക്കെയായി. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് വൈകുന്നേരം സുപ്രിയനെ ചെയ്യാനുണ്ട്. സുപ്രിയനെ ഞാൻ ചെയ്തത് സ്വീഡിഷ് അല്ല, ഡിപിഷു. സുപ്രിയനെ ഞാൻ ചെയ്തു, ഇറക്കി. സുപ്രിയക്ക് ഇഷ്ടമായി. അപ്പോൾ സുപ്രിയയുടെ എല്ലാം കാര്യം കഴിഞ്ഞപ്പം സുപ്രിയ ഓക്കെ, ഒരു ഫൈന കുഴപ്പമില്ല, റെമി നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സുപ്രിയ പോയി. അത് കഴിഞ്ഞ് എന്നെ ദ്രജിത്തിനെ കൂടി കൃഷ്ണ വിളിക്കുകയാണ്. ഞങ്ങൾ എൻ്റെ 4th റൂം അവിടേക്ക് വിളിച്ച് പുള്ളി സംസാരിക്കണം. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ വലിയൊരു പേപ്പർ ലിസ്റ്റ് ഇങ്ങനെ എഴുതി ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിക്കാരൻ ഇങ്ങോട്ട് എന്തോ റെമി ഡോക്ടറിനെ റെസ്പെക്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. റെമിക്ക് പഞ്ച്വാലിറ്റി ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പഞ്ച്വാലിറ്റി അപ്പം ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴത്തേനും പുള്ളി പറഞ്ഞു റെമി മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ മിണ്ടിയില്ല. പുള്ളിക്കാരൻ ത്രിജിത്തിനോട് പറഞ്ഞു റെമീനെ ഇവിടെ നിർത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെമി ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ തുടങ്ങുമ്പോൾ അവിടെ ഒരു ഇതുണ്ടല്ലോ, ജെറിറ്റ് പോലെ ഇതുണ്ടല്ലോ, നമസ്തേ, മൈ നെയിം ഇസ് റെമി വർഗീസ്, അതൊക്കെ പറഞ്ഞ് ഡോക്ടറിനെ ക്ഷണിച്ച് ഞാൻ കൊണ്ടയില്ല. അതാണ് അവർ കണ്ടുപിടിച്ച കാരണം. ഇപ്പോൾ അവർക്ക് അതിൻ്റെ അകത്ത് നമ്മൾ പുറത്തുനിന്നൊരു പേഷ്യൻ്റെ കസ്റ്റമർ വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഇതെല്ലാം പറഞ്ഞ് വിളിച്ചാണ് നമ്മൾ കയറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ അകത്തുള്ളവർ നമ്മൾ ട്രെയിനിങ് നടത്തുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത് പറഞ്ഞിട്ടില്ല. ഞാൻ ട്രീറ്റ്മെൻറ്റ് നല്ല കറക്റ്റായിട്ട് പക്കയായിട്ട് ചെയ്തിട്ട് അവരത് പറഞ്ഞ് എല്ലാം. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു പ്രഷർ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. എല്ലാം കഴിഞ്ഞു. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, ഞാൻ പുറത്ത് നിൽക്കാം, നിങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വിളിക്കുന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. അവരാകെ കണ്ടുപിടിച്ച തുടക്കത്തിൽ നമസ്തേ പറഞ്ഞില്ല ഡോക്ടറോട്. അതാണ് അവർ മെയിനായിട്ട് കണ്ടുപിടിച്ചത്. അതിൻ്റെ അടുക്ക ഡോക്ടർ പറഞ്ഞു റെമി ചെയ്യണത് എല്ലാം തെറ്റാണ്, ശരിയായിട്ടില്ല, അതാണ് ഇതാണെന്ന് പുള്ളിക്കാരുടെ ലക്ഷ്യമൊക്കെ പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരി കുറ്റങ്ങൾ പറഞ്ഞു. അടുത്ത ലിൻസിയുടെ ഇതിൽ എഴുതി വെച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിൻസിയോട് ചോദിച്ചപ്പോൾ ലിൻസി പറഞ്ഞു ചേച്ചി 100ൽ 60-65-70% ഓക്കെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല, ചേച്ചി നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഇവരെടുത്ത വഴി ലിൻസിയോട് എന്താ ഫ്രണ്ട്ഷിപ്പ് കളിക്കുവാണോ നിങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ ലിൻസിയോട് ഞാൻ സാറ് ഫ്രണ്ട്ഷിപ്പ് കളിക്കണേന്ന് ചോദിച്ചു. അല്ല കൂട്ടുകാരിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചു. അവളോട് ഇങ്ങനെ കുത്തി ചോദിക്കുമ്പോൾ പിന്നെ അവൾ എന്ത് പറയും? അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി സ്വീഡിഷിൻ്റെ അടുത്ത് അഭ്യത്തിന് സ്റ്റെപ്പ് എടുത്തായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പഠിച്ച ട്രെയിനിങ്ങിൽ ഇവരെന്നെ പഠിപ്പിച്ചതിൽ അതായിരുന്നു. പിന്നെ ഞാൻ അതിൽ പിന്നെ എന്താ ചെയ്യുന്നത്? എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്നെ പഠിപ്പിച്ച് എങ്ങനെയാണോ അതാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പം ലിൻസിയുടെ വായന ആ ഒരു ഇത് വന്നപ്പോൾ അവർ ലിൻസിയുടെ പേരിൽ അങ്ങ് ഇതാക്കി. എന്നിട്ട് സുപ്രിയയ്ക്ക് കംപ്ലൈൻറ്റ് ഒന്നുമില്ല. കാരണം സുപ്രിയന് ഞാൻ നമസ്തേ പറഞ്ഞു, എല്ലാം പറഞ്ഞ്. അപ്പോൾ തന്നെ എല്ലാം പറഞ്ഞിട്ട് ഞാൻ സുപ്രിയയുടെ അടുത്ത് എല്ലാം പറഞ്ഞു, നമസ്തേ പറഞ്ഞു, ലാസ്റ്റത്തെ അവിടെ കയറി ട്രീറ്റ്മെൻറ്റ് റൂമിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ലാസ്റ്റ് ചായ കൊടുത്തു, എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. സുപ്രിയ പറഞ്ഞു എല്ലാം ഓക്കെയാണ്, റെമിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല എന്ന് സുപ്രിയ പറഞ്ഞു. ഓക്കെ ഫൈൻ. പക്ഷെ ഇവർ കണ്ടുപിടിച്ചത് ലിൻസിയുടെ തലയിലേക്ക് കുറ്റം കൊണ്ടുവന്നിട്ടു. ലിൻസി ഇങ്ങനെ കുറ്റമായിട്ട് പറഞ്ഞത് കൊണ്ടാണ് റെമിനെ പറഞ്ഞു വിടുന്നത്. പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് നമസ്തേ പറഞ്ഞില്ല എന്നുള്ളൂ, ബാക്കിയെല്ലാം ലിൻസിയുടെ ഒരു തലയിൽ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ നമുക്ക് കുഴപ്പമില്ല, റെമിനെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പോൾ പറഞ്ഞു റെമി ഇവിടെ നിൽക്കണ്ട, ദ്രിജിത്ത് ഇവിടെ നിൽക്കണം എന്ന്. അപ്പോൾ ദ്രിജിത്ത് പറഞ്ഞു ഞങ്ങൾ കപ്പിൾ വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത്, എൻ്റെ ഭാര്യ ഇല്ലാത്തടത്ത് എനിക്ക് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല, പോകുമ്പോൾ രണ്ടുപേരും ഒന്നിച്ചാൽ പോകുമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പുള്ളി പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം 2 ദിവസമുള്ളൂ, അല്ല ഒരാഴ്ച ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ പറഞ്ഞു എന്തിനാണ് അത്ര ദിവസം ഞങ്ങളുടെ വെറുതെ നിൽക്കുന്നത്, ഞങ്ങൾക്ക് നേരത്തെ പോലെ ഞങ്ങൾ ബുക്ക് ടിക്കറ്റ് എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് തന്നെയാണ് ഇവിടുന്ന് വിളിച്ചത്, എത്തി വർക്ക് സ്ഥലത്തുനിന്ന് ഞങ്ങൾ വിളിച്ചത്. അപ്പൊ ഞങ്ങൾ ഓക്കെയാണ്, കുഴപ്പമില്ല വരാന്ന് പറഞ്ഞു. ഇവിടെ ഏകദേശം എല്ലാം സെറ്റായി. ജോയിൻ ചെയ്യാൻ നാട്ടിൽ പോയിട്ട് അവരെ കുട്ടീനെ കാണണം. കുട്ടീനെ കാണണം.
തിരിച്ചു പോകുമ്പോഴേക്ക് വീണ്ടും ലേറ്റ് ആവില്ലേ? അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തു. അപ്പോൾ പുള്ളി എന്താണ് ഒരാഴ്ച നീട്ടിയത് എന്താണെന്ന് വെച്ചിട്ട് ഒരാഴ്ച പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ ആ പേഷ്യൻ്റ് നമ്മൾ ചെയ്യണം. എന്താ ഒരു പഞ്ചായത്ത് അല്ല, പുതിയ തെറാപ്പിസ്റ്റ് വരും ചെയ്യണം. എന്തിനാ ഒരാഴ്ച എന്നോട് നിർത്തണം? എന്തിനാ? ഒന്നും അറിയില്ല എന്ന് പറയുന്നു, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ പിന്നെ എന്നോട് നിർത്തി അവർ ചെയ്യിപ്പിക്കണം എന്തിനാ? ഞാൻ പോനേൻ്റെ അന്ന് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോനേൻ്റെ അന്ന് എന്നെ വിളിച്ചു, റെമി ഒരു ട്രീറ്റ്മെൻറ്റ് ഇട്ട് വന്ന് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് പോകാൻ നിൽക്കണേ, റിസൈൻ ചെയ്താണ്, ഇന്ന് ഞാൻ പോണ ദിവസമാണ്, ഞാൻ എന്തിനാണ് വർക്ക് ചെയ്യണം? ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ പോകാൻ നിൽക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരാഴ്ചയപ്പോൾ ഞങ്ങൾക്ക് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്കായത്. അപ്പോൾ ഈ 3 ദിവസത്തിനുള്ളിൽ ഡോക്ടറിൻ്റെ ഹസ്ബൻഡ് ചൊറിയാൻ തുടങ്ങി. പുള്ളി അവിടെ കിടന്ന് ഡോക്ടറെ കുറിച്ച് ഇങ്ങനെ സോറിയൊക്കെ പറയിപ്പിക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ പുള്ളിക്ക് അതങ്ങ് ദേഷ്യമായിട്ട് പുള്ളി അവിടെ കിടന്ന് റൂമിൽ വന്ന് കഴിയുമ്പോൾ പുള്ളി പോയി കുടിക്കും, പുറത്ത് പോയി കുടിക്കും. കുടിച്ചിട്ട് വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഇങ്ങനെ കിടന്ന് ഈ ഒരു ദിവസം ഞങ്ങൾ രാവിലെ, ഞങ്ങൾക്കന്ന് ഉച്ച കഴിഞ്ഞായിരുന്നു, അല്ല നമുക്കന്ന് ഓഫായിരുന്നു, വ്യാഴാഴ്ച ഓഫായിരുന്നു. അപ്പോൾ ഓഫിൻ്റെ അന്ന് രാവിലെ പുറത്തുനിന്ന് അപ്പോൾ പുള്ളി ഒരു ദിവസം രാവിലെ ഭയങ്കര ഒച്ചപ്പാട് രാവിലെ കിടന്നു. അപ്പോൾ ഇവൻ ബാത്റൂമിൽ പോയ സമയമായിരുന്നു. അപ്പം ഞാനിങ്ങനെ റൂമിൻ്റെ അവിടെ നിന്നപ്പം ഞാൻ വാതിൽ തുറന്നിട്ടേക്കുമായിരുന്നു. പുള്ളി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് തെറി പറയണം. അവനുണ്ടല്ലോ ആ നായാന്നും അല്ല, അതിന് മേലെയായിട്ടുള്ള ഒത്തിരി അവൻ്റെ ആ 2 പെൺപിള്ളേർ അവൻ്റെ ആ 2 പെൺപിള്ളേർ ഉണ്ടെന്നുള്ളൊരു ചിന്ത പോലും അവൻ വെക്കാതെ ആ പെൺപിള്ളേരുടെ മുമ്പിൽ വെച്ച് പറയാത്ത മെനകളില്ല, തെറികളില്ല, അതുപോലത്തെ പുഴുത്ത വാക്കുകൾ അവൻ്റെ വായിന്ന് വന്നേ. അപ്പം ഇത് കേട്ടിട്ട് എനിക്ക് പ്രതികരിക്കണം എന്നുണ്ട്. ഞാൻ ചെല്ലാൻ തുടങ്ങുമ്പോൾ ഇവൻ പറയും വേണ്ട നീ പോകണ്ട, കാരണം നമുക്ക് സാലറി കൈ കിട്ടിയിട്ടില്ല. ആ ഒരു പ്രശ്നത്തെ മാത്രമാണ് ഞാൻ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ ഇറങ്ങി വന്നത്. നമുക്ക് സാലറി കൈ കിട്ടണം. അവൻ അതുപോലെ ധൃജിത്തിന് അവിടെ കടന്ന് എന്താണ് പിന്നെ അവൻ എനിക്ക് അന്നേരം എനിക്ക് പറയാൻ വാങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ അവൻ ഒറ്റ ഒരു തന്തയ്ക്ക് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ശരിക്കും അവൻ്റെ അമ്മ വളർത്തിയതായിരുന്നെങ്കിൽ അവൻ അതുപോലത്തെ വൃത്തിയുടെ വാക്കുകൾ അവൻ്റെ വായിന്ന് വന്ന വാക്ക് കേട്ടാണ്ടല്ലോ. ആ ഒരു കുഞ്ഞു കൊച്ചൊക്കെ അവിടെ 4 ക്ലാസ് പെണ്ണ കൊച്ചുണ്ട്, മൂത്തത് 9, അതിനെ കുറിച്ച് പറഞ്ഞ കാര്യമില്ല. 4 ക്ലാസ് പെണ്ണ കൊച്ചിനെ നോക്കുമായിരുന്നു. അവൻ ആ കൊച്ചിൻ്റെ മുന്നിൽ കിടന്ന് കാണിച്ചത് കാണണമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നേൻ്റെ അന്ന് ഇതൊക്കെ ഞങ്ങള് ജേക്കബ് വിളിച്ചു പറഞ്ഞു. ജേക്കബ് അതിന് നല്ല മിടുക്ക്. ജേക്കബ് നമ്മുടെ സൈഡിൽ നിന്നാണ് ഒക്കെ ശരിയാക്കി തരാം. അവന്റെ സൂക്കേടൊക്കെ ഞങ്ങൾ മാറ്റി തരാം. സൂരജിന്റെ സൂക്കേട് ഞങ്ങൾ മാറ്റി തരാം. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, വേറെ വേക്കൻസി ആക്കി തരാം, നിങ്ങൾ ഇറങ്ങിക്കോ. പിന്നെ അതുമല്ല ഡോക്ടറിന്റെ ജോലി ഞങ്ങൾ തെറിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഞങ്ങൾ ഡോക്ടറെ ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആയുർവേദം അറിയാവുന്ന നല്ലൊരു പുള്ളിനെ അങ്ങോട്ട് വിടുന്നുണ്ട്. ഒരാണിനെയാണ് വിടുള്ളൂ. അപ്പം എൻ്റെ അടുക്ക ഡോക്ടറെ പരീക്ഷിക്കാൻ അവിടെ ഒരു പുള്ളിക്കാരൻ വന്നായിരുന്നു. പുള്ളിക്കാരൻ ഓരോന്ന് ഡോക്ടറെ കുറിച്ച് ചോദിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് കുറച്ച് കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ പോയി. അന്നേരം കൃഷ്ണൻ അവനെ വിളിച്ച് ചോദിച്ചു, ദ്രിജിത്തെ നീ അയാളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ദ്രിജിത്ത് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാൻ, ഞാൻ ഒന്നുമില്ല, ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇറക്കി വിട്ടു, ഞാൻ അവൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളായി. അതൊക്കെ കഴിഞ്ഞ് ഈ ഡോക്ടർ ഞങ്ങൾക്ക് 2000 രൂപയുടെ അടുത്ത് പൈസ കൊണ്ട് തരാനുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ പൈസ ഞങ്ങൾക്ക് തരാനുണ്ട്. പുള്ളിക്കാരി എന്ത് ചെയ്തു, തരില്ല എന്നായി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അപ്പോൾ സൂരജ് അവിടെ കിടന്ന് പറഞ്ഞു, ഇവർ നല്ലവരായിരുന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഇവരിവിടെ നിർത്തിയേനെ, പൈസയും കൊടുത്തേനെ. ഇനി ഞാൻ അവർക്ക് പൈസയും കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടും. ഇവള് ഇത്രയ്ക്ക് വലിയ എന്നെ എന്തൊക്കെയോ തെറി പറഞ്ഞു. എന്നിട്ട് ഇവൻ ഒച്ചപ്പാടുണ്ടാക്കി ഞങ്ങളുടെ റൂം തുറന്ന് കയറി വന്നു. ഇവർ ഒച്ചപ്പാടുണ്ടാക്കി ഞങ്ങളുടെ റൂമിലേക്ക് കയറി വന്നു. ഒച്ചപ്പാടുണ്ടാക്കി ഇവൻ എറിഞ്ഞേക്ക് പോയി. അത് കഴിഞ്ഞ് ഇവൻ അവിടെ കിടന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ഞങ്ങൾ പോരാൻ വേണ്ടി അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾക്ക് ട്രെയിൻ. പക്ഷെ അതിലൊരു കാര്യം ഉണ്ടാവും, ആ ഉള്ള തള്ളി തുറന്ന് വന്നപ്പോൾ നമ്മളത് ജയപ്പനെ വിളിച്ച് പറഞ്ഞു, കൃഷ്ണനെ വിളിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ കൃഷ്ണ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ആ ഒരു ഇളക്കം നിർത്തി. കൃഷ്ണൻ പുള്ളി പറഞ്ഞു ഇവരെ അവിടെ നിന്ന് വിടില്ല, ഇവരിവിടുന്ന് എങ്ങനെ പോകണമെന്ന് എനിക്ക് കാണണം, എൻ്റെ കയ്യിൽ തോക്കുണ്ട്, ഉണ്ടയുണ്ട് എന്നൊക്കെ പറഞ്ഞു. കാണുന്നത് ഭയങ്കര എൻ്റെ കയ്യിൽ ഉണ്ടയുണ്ട് എന്നൊക്കെ പറഞ്ഞ്
അപ്പോൾ അവനവിടെ കിടന്ന് എൻ്റെ കയ്യിൽ ഉണ്ടയുണ്ട്, രണ്ടുണ്ട്, ഞാൻ രണ്ടിടത്തിൻ്റെ ചങ്കത്തേക്ക് വെടിവെച്ച് എന്താവും അങ്ങനത്തെ കിടന്ന് ഭയങ്കര ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവിടെ കിടന്ന്. പിന്നെ ഞങ്ങൾ വരുന്നതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവരുടെയൊക്കെ ഗെയിം പ്ലാനാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞു, മൂന്ന് എല്ലാവരും ഒത്തു കൂടിയിട്ടാണ്. പക്ഷെ ഇവർക്ക് പക്ഷെ നമ്മൾ ഇവിടെ എത്തിയ കാരണം തിരിച്ചു പോണല്ലോ, അപ്പം അതിന് അവർക്ക് അതിൻ്റെ ഒരു ഇതവർക്കുണ്ട്. കൃഷ്ണയ്ക്ക് നമ്മൾ സേഫ്റ്റി നോക്കണം. സേഫ്റ്റി നോക്കണം, കാരണം കൃഷ്ണ കുറച്ച് സപ്പോർട്ട് ചെയ്ത് നിന്നു. ജേക്കബും പറഞ്ഞു, ജേക്കബും കുറച്ച് അന്നേരം സപ്പോർട്ട് ചെയ്തു. ജേക്കബ് പറഞ്ഞു അവള് പൈസ തന്നില്ലെങ്കിൽ ഞാൻ പൈസ മേടിച്ച് തരും നിങ്ങൾക്ക്, നിങ്ങൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു ജേക്കബ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങൾ വിട്ട് കളഞ്ഞു. അപ്പോൾ പുള്ളി മേടിച്ച് തരാമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം വരാൻ നേരത്ത് വരുന്നതിന് രാവിലെ അന്ന് ഇവനാണെങ്കിൽ അവിടെ കുടിച്ച്, മറ്റേ കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു റൂമുണ്ട് പറഞ്ഞു, മൂന്നാമത്തെ റൂം, ഇവൻ അവിടെ കുടിച്ച് കിടന്ന് ഞങ്ങൾ ഒരു മോശം രീതിയിൽ അവനവിടെ കിടക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ അവിടുത്തെ ബെഡ്ഷീറ്റ്, ഞങ്ങൾക്ക് പുള്ളി മേടിച്ചിരുന്ന ബെഡ്ഷീറ്റ് സാധനങ്ങൾ, കൃഷ്ണ മേടിച്ചിരുന്ന ബെഡ്ഷീറ്റ് സാധനങ്ങൾ എല്ലാം അലക്കി പറക്കി നമുക്ക് റൂമൊക്കെ അടിച്ച് വാരി തുടച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് നമ്മളവിടെ നിന്ന് വരുന്നത്. അപ്പോൾ വിരിച്ചെടുമ്പോൾ ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുക, കൂവ, ഈ പട്ടി നായകൾ കിടന്ന് രാത്രി കൂവണം പോലെ ഇവനോട് കിടന്ന് കൂവ അവിടെ ഹാളിൽ കിടന്ന്. പോവാറായില്ലേടി നിനക്കൊന്നും ഇവിടെ ഇറങ്ങി പോവാറായില്ലേടി, എന്തൊക്കെയോ മോശമായ രീതിയിൽ. അത് കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, പെട്ടിയും പ്രമാണം എല്ലായിടത്തും ഞങ്ങൾ ഇറങ്ങി, ഞങ്ങളുടെ സാധനങ്ങളെല്ലായിടത്തും ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഇപ്പുറത്തെ തെറാപ്പിസ്റ്റ് റൂമിൽ വന്നപ്പം ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സാധനങ്ങളെല്ലാം ഞങ്ങളെടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചു, ക്ലിനിക്കിലേക്ക് വിളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, അതിനു മുമ്പ് ഞങ്ങൾ ഇവരുടെ ഹോസ്റ്റലിൽ വന്ന് കിടന്നപ്പോൾ ഡോക്ടർ ആരുടെ അനുവാദം ഇല്ലാതെ ഇവരുടെ റൂമിലെ എല്ലായിടത്തും ഈ പിള്ളേരുടെ ഹോസ്റ്റലിൽ വന്ന് ഫുൾ ചെക്കപ്പ് തുടങ്ങി. അവർ അടുക്കളയിൽ കയറി പരിശോധിക്കുന്നു, മുറികളിൽ കയറി പരിശോധിക്കുന്നു, മൊത്തത്തിൽ പരിശോധന. എന്നുവെച്ചാൽ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ടിന്നെടുത്തു എന്ന്, ഈ 10 രൂപയുടെ ചെറിയൊരു ബോട്ടിൽ എടുത്തു. ആ ബോട്ടിൽ തപ്പി പുള്ളിക്കാരി ഇവിടെ എത്തി. 10 രൂപയുടെ ബോട്ടിലാണ്, 10-20 രൂപയുടെ ബോട്ടിൽ, ഇത്രയുള്ളൊരു ബോട്ടിൽ തപ്പി പുള്ളിക്കാരി എത്തി. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ക്ലിനിക്കിൽ ചെന്ന് പറഞ്ഞു അവരവിടെ നിന്ന് ടിന്നുകൾ എടുത്തുകൊണ്ടാണ് പോകുന്നത്, ആ ടിന്നുകൾ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സുപ്രിയെ ഞങ്ങൾ വിളിച്ചിട്ട് ചുറേമി നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തോ, ടിന്നെടുത്തോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ടിന്നോ, ഞങ്ങൾക്ക് എന്തിനാണ് അവിടുത്തെ ടിന്ന്, ഞങ്ങളുടെ സാധനങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഒരു ടിന്നുണ്ടായിരുന്നു. ആ ഒരു ടിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയ ടിന്നുകളെല്ലാം പുള്ളിക്കാരി റൂമിലെടുത്ത് പുള്ളിക്കാരി കെട്ടിയും പൂട്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ സാധനം കൊണ്ട് ഞങ്ങളുടെ ആകെ ഒരു ടിന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ടിന്ന് വേണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ടിന്ന് അവരെടുത്തപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ടിന്ന് ഞങ്ങളെടുത്തു. അപ്പോൾ സാറ് ചോദിച്ചു ടിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ സുപ്രീം പറഞ്ഞു സാറേ ഒരു 20 രൂപയുടെ ടിന്നിന് ഈ ഡോക്ടർ ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 20 രൂപ ടിന്നാണെങ്കിൽ ഡോക്ടറുടെ കിടന്ന് അതിലും വലിയ പൈസ പുള്ളിക്കാരൻ്റെ നിന്ന് പോയിക്കൊണ്ടിരിക്കുക 20 രൂപയുടെ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അത് വിട്ട് കളയാൻ പറഞ്ഞു. അത് വിട്ട് കഴിഞ്ഞ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. അന്നേരം ഞങ്ങൾ പറഞ്ഞു ഇവൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഇവളുടെ ഹസ്ബൻഡ് ആണല്ലോ അടുക്കള കയറി പണിയുന്നത്. അപ്പോൾ പുള്ളിയാണല്ലോ. അപ്പോൾ പുള്ളിക്ക് ബോധം തെളിയുമ്പോൾ ചോദിച്ചു നോക്കാം ടിന്നൊക്കെ എവിടെ ഇരിക്കുന്ന, ഓരോ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നു, അവന് ബോധം തെളിയുമ്പോൾ ചോദിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. നാണോലെല്ലോടിയെന്ന് ഞാൻ ഞങ്ങളുടെ ലാസ്റ്റിനോട് പറഞ്ഞു തോന്നുന്നില്ലായിരുന്നു, നമുക്ക് നാണോലെല്ലോടിയെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോരാൻ തുടങ്ങി. പിന്നെ ഇവിടെ ജോയിൻ ചെയ്തോ, ഇറങ്ങി നാട്ടിലെത്തി. ശമ്പളം മതം കിട്ടിയല്ലോ? ശമ്പളം ഞങ്ങൾക്ക് കൃഷ്ണ അയച്ചു തന്നു. പക്ഷെ ഞങ്ങളുടെ 2000 രൂപ അത് ഇപ്പോഴും ജേക്കബ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. ജേക്കബ് അത് പിന്നെ ഞങ്ങളെ ബ്ലോക്ക് ആക്കുകയും ജേക്കബിനെ വിളിച്ചിട്ടില്ല, ജേക്കബ് വിളിക്കുന്നുമില്ല. ഞങ്ങളുടെ പൈസക്ക് ഒരു തീരുമാനമായിട്ടില്ല. ഞങ്ങളുടെ പൈസ ഞങ്ങൾ വിചാരിച്ചു ഒരു ഭിക്ഷക്കാർക്ക് ആ പൈസക്ക് അവർ തിന്നങ്ങ് ജീവിക്കുകയാണെങ്കിൽ തിന്നട്ടെ എന്ന് വെച്ചാൽ ഒരു ഭിക്ഷക്കാർക്ക് ഇട്ട് കൊടുത്തു എന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങനെ നല്ലൊരു കാര്യപ്രവൃത്തി ചെയ്തില്ല, പൈസ അങ്ങ് വിട്ട് കളഞ്ഞു. പിന്നെ വീഡിയോ ഇടാൻ കാരണം ഞങ്ങൾ ആദ്യം ഇടണമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തിനാ നമ്മളവിടെ നിന്ന് ഇറങ്ങി, ഇനി അതിനെക്കുറിച്ചൊരു വീഡിയോ ഒന്നും ഇടണ്ട, ഒരു ഇതും വേണ്ട. പക്ഷെ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എന്തൊക്കെയായാലും പറയണം. അത് മാത്രം പ്രധാന കാര്യം വെച്ചാൽ ഒരു മാസം മുമ്പ് വീണ്ടും കൃഷ്ണൻ്റെ കോൾ വന്നിരിക്കും, ഒരു ഭീഷണി കോൾ. നിങ്ങൾ ഇവിടേക്ക് വിളിച്ചിട്ട് ഇവരുടെ സ്റ്റാഫിന് സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യാൻ സൗകര്യങ്ങൾ ഇവിടെ വിളിച്ച് പറയാൻ പാടില്ല, മറ്റേതാണ് മറ്റേ നിങ്ങൾക്ക് അവിടെ അതുണ്ട് ഇതുണ്ടെന്ന് നിങ്ങൾ എന്തായാലും ഇവിടുത്തെ തെറാപ്പിസ്റ്റിനെ വിളിച്ച് പറയുന്നത്. അവർ അതിൻ്റെ പേരിൽ അവിടെ കിടന്ന് അടിയാന്ന്, തെറാപ്പിസ്റ്റ് പരസ്പരം അടിയാന്ന്. അപ്പം ഞങ്ങൾ
ഞങ്ങൾ എന്ത് വിളിച്ചു പറഞ്ഞിട്ട് അതുകൊണ്ട് തെറാപ്പിസ്റ്റ് ഞങ്ങള് തെറാപ്പിസ്റ്റിനെ വിളിക്കാൻ പാടില്ല എന്ന് പറയാം. ഇങ്ങനെ വരാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിപ്പോ നിങ്ങളുടെ സ്റ്റാഫും അല്ല, നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരല്ല, കൂടുതൽ പേടിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾ തമ്മിൽ വിളിക്കണോ വേണ്ട നിങ്ങൾക്ക് ഇത് പറയാനുള്ള ഒരു അധികാരമില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സായി ഞങ്ങൾ വിളിക്കും. ഇപ്പൊ അവർക്ക് താല്പര്യമില്ല, ഞങ്ങൾ വിളിക്കുന്ന ആൾക്കാർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ എടുക്കണ്ട, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഈ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കൊച്ചിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ലാടി, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഞങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് അവളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കവിടെ കുഴപ്പമില്ല ഡോക്ടർ, അവർ ഹാപ്പി ആയിട്ടിരിക്കണം, അവർക്കൊരു കുഴപ്പമൊന്നുമില്ല, അവർ സന്തോഷത്തിരിക്കണം. ആ കൊച്ചു നല്ലൊരു രീതിയിൽ പറഞ്ഞു. ഡോക്ടർ അത് വേറൊരു അർത്ഥത്തിൽ കുത്തി തിരിച്ച് കൃഷ്ണനടുത്ത് പറഞ്ഞ് കൃഷ്ണ ആ ഒരു ഇതിൽ ഞങ്ങളെ വിളിച്ച് ഒച്ച ഉണ്ടാക്കാൻ. പക്ഷെ ഡോക്ടർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞാൽ അവൾക്ക് നല്ല മറുപടി ഞാൻ കൊടുത്തേനെ. പക്ഷെ അറിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഇപ്പോഴും ഇപ്പോഴും എന്നെക്കുറിച്ച് അവിടെ വന്ന പിള്ളേരോടൊക്കെ മോശമായിട്ട് രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര്. അത് മാത്രമല്ല ജേക്കബിനെ കാണിച്ചാല് മെയിൻ അതാണ് നിങ്ങൾ വേണം. ജേക്കബിനെ കാണിച്ചാല് ഇപ്പോഴും ആള് പറ്റിച്ചുകൊണ്ടിരിക്കും. ഓരോ തെറാപ്പിസ്റ്റുകളെ പറ്റിച്ചുകൊണ്ട് ഒരാൾ അങ്ങോട്ട് വിടും, ഒരാളെ ഇങ്ങോട്ട് വിടും. ഞങ്ങളുടെ അറിവിൽ തന്നെ ഇപ്പൊ 2-3 പേര് ഇപ്പൊ പറ്റിച്ചിട്ടുണ്ട്. അവൻ പൈസ കൈ മേടിക്കും, ഒരു 50,000 60,000 അങ്ങനൊക്കെ പറഞ്ഞ് ഓരോ പൈസ പറഞ്ഞ് ഇവ മേടിക്കുക, അവിടേക്ക് വിടാ, ഗൾഫിലേക്ക് വിടാ, അവിടേക്ക് വിടാന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തേക്ക് സിംഗപ്പൂര് അങ്ങനെ വിടാന്ന് പറഞ്ഞ് പൈസ മേടിക്കുവൻ. എന്നിട്ട് അവിടുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിള്ളേരെ ഇങ്ങോട്ട് വിടും. അത് കഴിഞ്ഞിട്ട് ഇവൻ ഈ പൈസ തിരിച്ചു കൊടുക്കൂല. ഇവൻ പറയും നിങ്ങൾക്ക് ഞാൻ നല്ല സ്ഥലം ഒപ്പിച്ചു തരാന്ന് പറഞ്ഞ് ഇവരെ ഈ ഇന്ത്യക്കുള്ളിൽ തന്നെ ഏതെങ്കിലും സ്ഥലം നിങ്ങൾ നല്ല സംഭവം ഒപ്പിച്ചു തന്നാലേ എന്നാൽ നിങ്ങൾ പോന്നല്ലേ, പക്ഷെ എന്നാലും നിങ്ങൾ പൈസ തന്നുകൊണ്ട് നിങ്ങൾക്ക് വേറെ സ്ഥലം തരാം. ഇവനിങ്ങനെ ഓരോരുത്തരെ പറഞ്ഞ് പറ്റിച്ചപ്പോൾ പൈസ മേടിച്ച് എന്തിനാണ് ഈ പാവങ്ങൾ ഓരോരുത്തരും അവരുടെ സ്വർണം പണയം വെച്ച് വിറ്റ് എന്തില്ല അതും ഇതും ഒക്കെ പറക്കി കൊണ്ട് വിറ്റിട്ടാണ് ഈ പൈസ ഉണ്ടാക്കി ഇവന് കൊടുക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇവനത് മുതലെടുക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഏജൻസിമാർ വഴി പോകുമ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് സൂക്ഷിച്ച് കണ്ടത്. ഏറ്റവും നല്ലത് നിങ്ങൾ സ്വന്തമായിട്ട് വേക്കൻസി എവിടെ കാണുമ്പോൾ അന്വേഷിച്ച് അങ്ങനെ പോകണം. ഒരു ഏജൻസി വഴി നിങ്ങൾ പോകാൻ നിൽക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ജേക്കബ് മാത്രമല്ല കേട്ടോ ഈ നിൽക്കുന്നത്, അതും കൂടി പറഞ്ഞേക്കാം. ജേക്കബ് മാത്രമല്ല, ഒത്തിരി പേര് ഈ തെറാപ്പിസ്റ്റ് നിൽക്കുന്നവര് നമ്മുടെ കൂടുതലുണ്ട്. ഒത്തിരി പേര് ഗോവയിലൊക്കെ ഉണ്ട്. ഗോവയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഗോവയിലൊക്കെ ചെന്ന് ഞങ്ങൾ പെട്ടിട്ടുണ്ട്. അല്ല ഞാൻ ചെന്ന് പെട്ടത് ഗോവയിൽ ഒരു തവണ ചെന്ന് പെട്ടു. ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ പോയിട്ടുണ്ട്. എന്തിനാണ് ഈ പാവങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്? പിന്നെ നമുക്ക് മലയാളികൾ നമ്മൾ എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതെന്ന് വെച്ചാൽ മലയാളി തന്നെ മലയാളിയുടെ കൂടി തോണ്ടുവാണ്. എന്തിനാണ് ഇപ്പം ഇപ്പം ആ ഒരു സുനാമി നടന്ന ഒരു സമയത്ത്, സുനാമി അല്ല നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഒരു സമയത്ത് ഞാൻ കൊച്ചു നാട്ടിലായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു. കൊച്ചിന് മാത്രമല്ല അത്ര ജനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ കയറി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ഇത് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അയ്യോ എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് അപ്പോഴത്തേനും മൈൻഡ് ഒരുമാതിരി ഇതായിപ്പോയി. എനിക്കാണെങ്കിൽ ആകെ താങ്ങാൻ പറ്റില്ല. ഒന്നും കൊച്ചിൻ്റെ കാര്യം ഓർത്ത് ഭയങ്കര ടെൻഷനടിയാണ്. രാത്രിയൊക്കെയാണ് സാഹചര്യമായിട്ട് കൊച്ചിനവിടെ ആക്കിയിട്ട് പോകുന്നതാണ്. അന്നേരം ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റിമി മുല്ലപ്പെരിയാർ പൊട്ടിയിൽ എന്നാ കുഴപ്പമൊന്നുമില്ല, ഞാനും എൻ്റെ കെട്ടിയനും മക്കൾ രണ്ടും ഇവിടെയാണ്, ഞങ്ങളുടെ വീട് ഒലിച്ചു പോയാലും കുഴപ്പമില്ല, ഞങ്ങൾ സേഫാണ്. പിന്നെ മുല്ലപ്പെരിയാർ പൊട്ടിയ അവൾക്കൊരു കുഴപ്പമില്ല, അവളൊരു മലയാളിയില്ല, ആ നാട്ടിൽ കേരളത്തിൽ തന്നെ ഉള്ളതല്ലേ. എന്നിട്ട് ഒരു ഡോക്ടറെ കെട്ടിയൻ്റെ വീട്ടുകാർ അമ്മയുടെ അവളുടെ വീട്ടുകാരൊക്കെ ഉണ്ട്, അവൾക്ക് അതൊന്നുമില്ല, അവളെ പിള്ളേരും കെട്ടിയവരും സേഫായിട്ട് നിൽക്കുന്നു. മറ്റൊരു ചിന്തയിൽ ഞാൻ ഒരു ഡോക്ടറിൻ്റെ ഭയങ്കര ഇങ്ങനത്തെ വർത്താനം മേടിച്ച് ഞാൻ ടെൻഷൻ അടിച്ച് ആകെ ഒരു ഇതിൽ നിൽക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് വയനാടിൻ്റെ ഇതിൻ്റെ ഒക്കെ അങ്ങ് വന്നപ്പോഴത്തേനും എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് ഞാൻ കിടന്ന് കരച്ചിലും പിഴിച്ചിലും അതിൻ്റെ ഇടയ്ക്ക് ഇവളായിട്ടുള്ള അടി എല്ലാം കൂടി ആയിട്ട് എൻ്റെ മൈൻഡൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഒരുമാതിരി എനിക്കൊന്നും അവിടെ ചെന്ന് സെൻറ്ററിൽ ചെന്നൊന്ന് ചിരിക്കാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല, വർത്താനം പറയാൻ പറ്റില്ല. ട്രീറ്റ്മെൻറ്റ് ശരിക്കും എനിക്ക് ആകെ എൻ്റെ മൈൻഡ് ഫുൾ പോയി. അപ്പോൾ ഇവൻ പറഞ്ഞു നമുക്കിവിടുന്ന് എന്തൊക്കെയാലും മാറണം, ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞു എനിക്ക് ഈ ജോലി അല്ലെങ്കിൽ വേറെ ജോലി കിട്ടും നമുക്ക്, പക്ഷെ എനിക്ക് ഇവൾ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് ഇവളുടെ ഇത് നോക്കണം. അത് കാരണത്താലാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് കൊച്ചിനൊക്കെ കണ്ട് ഒരു സമാധാനം കിട്ടി അടുത്ത ജോലിക്ക് ഞാൻ കയറി. കുറച്ച് ദിവസം അവരുടെ കൂടെ നിന്ന് പുതിയ സ്ഥലത്ത് കയറി. ഇവിടെ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല, സന്തോഷത്തോടെ പോകുന്നു, ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു. ഞങ്ങൾ വിചാരിക്കുന്നു 1 വർഷം കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ഈ ഒരു ഫീൽഡ് വിടാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. നാട്ടിൽ തന്നെ സിറ്റുവേഷൻ നോക്കിയിട്ട് നോക്കുന്നു. പക്ഷെ ഞാൻ വിടാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. കാരണം വെച്ചാൽ എനിക്ക് കൊച്ചിൻ്റെ അടുത്ത് നിൽക്കണം.
എന്തായാലും ഇത്രേ ഉള്ളൂ പറയാനുള്ളത്. പക്ഷെ എന്തായാലും എല്ലാവരും സൂക്ഷിക്കുക, സൂക്ഷിക്കുക. ഇങ്ങനെ ഒത്തിരി കഴുകന്മാരുണ്ടാവും കുത്തിപ്പറക്കാൻ പൈസ എടുക്കാനൊക്കെ. അപ്പം എല്ലാവരും സൂക്ഷിക്കുക. പറ്റിക്കാൻ ഒത്തിരി പേരുണ്ടാവും, പ്രത്യേകിച്ച് നമ്മളെ ഫീൽഡിൽ. സൂക്ഷിക്കുക. അതെ, ശരിയാണ്.